വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ബാക്ക് സൈഡ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഫുള്ള് സ്നോയാ. കുറേ നേരം കൊണ്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു വീഡിയോ എടുക്കാം. നല്ല രസമില്ലേ? നല്ല വേറെ കൈ ഫ്രീസായിപ്പോയി എൻ്റെ. സത്യം പറഞ്ഞാൽ വെതറിൽ നിന്ന് കാണിച്ചായിരുന്നു സ്നോ ഉണ്ടെന്ന്. 2 മണിക്ക് എന്നാ കാണിച്ചു. ഞാനിവിടെ വെറുതെ ഇറങ്ങപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു പുറത്തോട്ടൊന്ന് നോക്ക് സ്നോ എന്ന്. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഇത്തേനോ കണ്ടത് ഫുള്ള് സ്നോ ആയിരുന്നു. അങ്ങനെ ഞാൻ ഗ്ലൗസ് ഒന്നും ഇടാതെ ചാടി വെളിയിറങ്ങിപ്പോയി. എൻ്റെ തണുപ്പടിച്ചിട്ട് കൈ ഉണ്ടല്ലോ നീറ്റലായിപ്പോയി. അതെല്ലാം വിട്ടും എനിക്ക് പറ്റുന്നതാണ്. കാറ്റുണ്ട്, അത് എനിക്ക് വീശിക്കൊണ്ടിരിക്കുക. ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് നല്ല കുറച്ച് വീഡിയോ ക്ലിപ്സും കൂടെ എടുത്ത് കാണിച്ചു തരാമെന്ന്. അങ്ങനെ ഞാൻ പോയി റെഡിയായി ജാക്കറ്റൊക്കെ ഇട്ടുകൊണ്ട് വന്നിട്ട് പാർക്കിലോട്ട് നടക്കും. ഓൾറെഡി കുറച്ച് ക്ലിപ്സൊക്കെ എടുത്ത് എൻ്റെ കൈയൊക്കെ നല്ല ഫ്രീസായി പോയായിരുന്നു. വിചാരിച്ച് നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിച്ചു തരാമെന്ന്. ഇപ്പോൾ കുറച്ച് കുറവുണ്ട്. ഇനി ബാക്ക് ക്യാമറ കാണിക്കാം. അപ്പം നന്നായിട്ട് സ്നോ ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു നമ്മളെപ്പോഴും പോകുന്നൊരു പാർക്കില്ല ഇവിടെ അടുത്ത്, അവിടെ പോകും. സത്യം പറഞ്ഞാൽ ചെറുതാക്കണ്ട റോഡിലൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിലും ഗ്രാസിലൊക്കെ അല്ലേ ആ സ്നോ ഉള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റേ ഈ പോകുന്ന റോഡൊക്കെ ഇല്ലേ ഫുള്ള് സ്നോ ആയിട്ട് നടക്കാൻ പറ്റാത്ത രീതിക്കാവും. എന്നിട്ട് ഇത് ഫുള്ള് വെറ്റായിട്ട് മെൽറ്റ് ആകുമ്പോൾ ഫുള്ള് വെറ്റായി ചെളിയായിട്ടോ ഭയങ്കര ഡിസ്കസ്റ്റിംഗ് ആയിട്ട്. ഈ പാർക്കിലാണ് നമ്മൾ പോകുന്നത്. കാണാൻ പറ്റുന്നുണ്ട് അന്ന് വെളുത്തെടുക്കുന്നത്. എല്ലാവരും ഇപ്പം സ്നോയുടെ വീഡിയോസ് ഒക്കെ ഇടാറുണ്ട്. ഞാൻ പിന്നെ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുത്തതാണ്. അങ്ങനെ വലുതായിട്ട് നമുക്ക് പറയാൻ വേണ്ടിയിട്ടൊന്നുമില്ല. പിന്നെ ഈ വിൻ്ററിലെ ഫസ്റ്റ് സ്നോയാ ഈ നോവിച്ചിൽ കുറേ അടുത്ത് ഇപ്പോൾ വന്നായിരുന്നു. പക്ഷേ ഇവിടെ ഒന്നും ഇല്ലായിരുന്നു സ്നോ. പിന്നെ ഞാൻ വെതറിൽ കാണുകയും ചെയ്യാം. 2 മണിക്ക് കാണിച്ചാൽ. പക്ഷേ ഇന്ന് നേരത്തെ ഉണ്ടായി നല്ല ഒടുക്കത്തെ കാറ്റും ഉണ്ടായിരുന്നു. ഇതുപോലെ തണുപ്പുമായിരുന്നു. അതാണ് എൻ്റെ കൈ മരവിച്ച് നീറ്റിലായിപ്പോയി. അത് ഞാൻ കുറേ നേരം പിന്നെ നോർമലാക്കി എടുത്തിട്ടാണ് ഞാൻ വെളിയിലോട്ട് ഇറങ്ങിയത് തന്നെ. പിന്നെ ഇതൊന്നും നമുക്ക് റോഡിൽ നടക്കാൻ കുഴപ്പമില്ല, അധികം വെറ്റല്ല. പിന്നെ നമ്മളൊന്ന് സൂക്ഷിച്ച് നടക്കണം. നോർമലി അങ്ങനെയല്ല. നമ്മൾ കൈനോട്ടൊക്കെ നിന്നെടുക്കുന്ന വെച്ചാൽ നന്നായിട്ട് വന്നായിരുന്നു. അപ്പോൾ ഞാൻ ഷിഫ്റ്റിന് പോയ സമയത്ത് ഞാൻ ക്രോക്സ് ഇട്ടുകൊണ്ട് പോയിട്ട് 3-4 വട്ടം തെന്നി വീഴാൻ പോയി. തിരിച്ചു വന്ന സമയത്ത് ഈ റോഡിലൊക്കെ മെൽറ്റായി കിടക്കും. നമുക്ക് അറിയത്തില്ല. ചെളിയും പിന്നെ മേലിൽ കട്ടിക്കൊക്കെ ഇരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു റോഡ് ഫുൾ സ്നോ ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചത് സ്നോയാന്ന് വിചാരിച്ചിട്ട് കാലെടുത്ത് വെച്ചതും ഈ ഐസ് വെള്ളത്തിലും ഓർത്ത് ക്രോക്സിനകത്ത് ഫുൾ ഈ ഐസ് വെള്ളം കയറി അവിടെ തൊട്ടിട്ട് ഞാൻ വീട് വരെ നടന്ന് എൻ്റെ കാല് മാരടിച്ച് അനക്കാൻ പറ്റാത്ത രീതിക്കായി പോയി. അതൊക്കെ ഹോറബിൾ മെമ്മറീസ്. അതൊക്കെ പോട്ടെ. ഇത് നല്ല രസമില്ല കാണാൻ വേണ്ടി. നമ്മുടെ പാർക്കിലെ സ്ലൈഡ് ആക്കും. നാട്ടിൽ നിൽക്കുമ്പോഴൊക്കെ ഉള്ള ഭയങ്കര ആഗ്രഹമില്ല സ്നോ കാണണം. സ്നോ നല്ല രസമാണ്. നമ്മുടെ നാട്ടിൽ വെള്ളം മഴ പെയ്തിട്ട് വെള്ളം കെട്ടിക്കിടന്ന് എങ്ങനെയാണ് ലാസ്റ്റ് ഇതും അതേ സെയിം അവസ്ഥയാവും ഇത് മെൽറ്റ് ആകുമ്പോൾ. സത്യം പറഞ്ഞ വീഡിയോ കാണുന്നതിനും കാറ്റും നേരിട്ട് കാണുമ്പോൾ കുറച്ചുകൂടി നമുക്ക് അതിൻ്റെ ഭംഗി അറിയാൻ പറ്റും. അത് റൗണ്ട് ഫുള്ള് നമുക്കറിയാമല്ലോ ഗ്രീൻ കളറായിരുന്നു. പക്ഷെ ഇപ്പം അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഫുൾ വൈറ്റ് കളറായിട്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഇവിടെ ഉള്ളവർക്ക് ഇതൊന്നും വലിയ കാര്യമില്ല. നമ്മുടെ നാട്ടിൽ മഴ പെയ്യുമ്പോൾ നമുക്ക് വലിയ കാര്യമില്ല. അതെനക്കാണ് ഇവർക്കും. പിന്നെ നമുക്ക് വരുന്നവർക്ക് ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഫസ്റ്റ് ടൈം കാണുന്നവർക്കൊക്കെ നല്ല രസമായിരിക്കും. ഞാനിപ്പോൾ വോയിസ് ഓവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൺ വോയിസ് ചെയ്തതാണ് ആ വീഡിയോ എടുത്ത സമയത്ത്. പക്ഷേ ഒടുക്കത്തെ കാറ്റ് കാരണം ഞാൻ പറഞ്ഞതൊന്നും നിങ്ങൾക്ക് കേൾക്കത്തില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ ഓൺ വോയിസ് ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചത്. കാറ്റും തണുപ്പും എല്ലാം കൂടെ ആയപ്പോഴത്തേക്കും ഞാൻ പെട്ടെന്നുള്ള വീഡിയോ എടുത്തിട്ട് ഞാനിങ്ങനെ വന്നു. പിന്നെ വെറുതെ തണുപ്പടിച്ച് പനി പിടിപ്പിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ഇങ്ങനെ കയറി വന്നു. പിന്നെ ഇപ്പോൾ ഈ സൈഡ് കണ്ടോ ബാക്ക് സൈഡ് ഫുള്ള് ഞാൻ നേരത്തെ കാണിച്ചെന്നല്ലേ സൈഡിൽ കുറച്ച് ഗ്രാസിലൊക്കെ ഉണ്ടായിരുന്ന സ്നോ അതൊക്കെ ഇപ്പോൾ മെൽറ്റായി തുടങ്ങി. ആ മെൽറ്റ് ആകുമ്പോഴത്തേനുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ റോഡ് വെറ്റായിട്ട് കിടക്കും. അപ്പോൾ സ്ലിപ്പറി ആവാനുള്ള ചാൻസ് കൂടുതൽ. അപ്പം എൻ്റെ ഷൂവിന് അത്യാവശ്യം ഗ്രിപ്പ് ഉണ്ടായിട്ട് തന്നെ ഈ ഗ്രാസിലോട്ട് പോകുമ്പോൾ നമുക്കിന്ന് കാലെന്തായാലും ഒന്നിങ്ങനെ തെന്നിപ്പോവും. അപ്പോഴത്തേനും അതൊന്ന് സൂക്ഷിച്ചാൽ മതി. കാരണം പിന്നെ നമ്മൾ വെറുതെ പോയി വീണിട്ട് നടക്കില്ല എന്തിനാ വെറുതെ. അപ്പോഴത്തേനും ഇതുണ്ട് ഇപ്പം അത്യാവശ്യം ഫോഴ്സിന് വരുന്നുണ്ടായിരുന്നു. ഞാൻ വീട്ടിലോട്ട് എത്താൻ തുടങ്ങിയപ്പോഴത്തേനും വീണ്ടും അത് ഫോഴ്സൊക്കെ കൂടി വരുന്നുണ്ട്. നന്നായിട്ട് ഞാൻ വീട്ടിൽ വന്നപ്പോഴത്തേക്കും നന്നായിട്ട് നോക്കൂ. ഞാൻ പാർക്കിൽ പോയിട്ട് തിരിച്ച് വീട്ടിലോട്ട് വന്ന് കയറിയപ്പോൾ വീണ്ടും നല്ല ഫോഴ്സിന് സ്നോ വന്നു. അപ്പം ഞാൻ വിചാരിച്ചു ആ ക്ലിപ്പും കൂടെ കാണിക്കാമെന്ന്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.